ഹായ് ഫ്രണ്ട്സ്, ആഞ്ജനേയ അക്കാഡമിക്സിന്റെ ഓൺലൈൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മൈ നെയിം ഈസ് വിഷ്ണുജി രഞ്ജിത്ത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കോഡിലൂടെ സെറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പോകുന്നത് ഇന്ത്യയിലെ 58 ടൈഗർ റിസർവുകളും അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളുമാണ്. സ്ഥിര മത്സര പരീക്ഷകളിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. ഇനി നിങ്ങൾ വിഷമിക്കേണ്ട, ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കോഡിലൂടെ സെറ്റ് ചെയ്ത് കുറച്ചു നേരം കൊണ്ട് തന്നെ പഠിച്ചിരിക്കും. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, ജോയിൻ ചെയ്തോളൂ. ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സിന്റെയും ലിങ്ക് ഞാൻ അവിടെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് മിസ്സാകത്തില്ല. പിന്നെ ഈ ക്ലാസ്സിന്റെയൊക്കെ നോട്ട് വേണം എന്നുണ്ട് എങ്കിൽ അവിടെ ചോദിച്ചോളൂ, ഞാൻ അയച്ചു തരാം. എങ്കിൽ ക്ലാസ്സിലേക്ക് കിടക്കാം. നാഗാർജുന സാഗർ ടൈഗർ റിസർവ് എവിടെ എന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശിൽ എന്ന് നിങ്ങൾ പറയണം. ആന്ധ്രാപ്രദേശ് എന്നാൽ അന്തർഭാഗത്തുള്ള പ്രദേശം എന്ന് ഓർത്തോളൂ. അന്തർ എന്നാൽ ഉള്ളിലല്ലേ. അപ്പൊ അവിടെ സംരക്ഷണമേകുന്നത് ഒരു നാഗവും ഒരു അർജുനനും ആണ്. അതാണ് നാഗാർജുന സാഗർ. അത് മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും റിച്ചായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടുള്ള തിരുപ്പതി വെങ്കടാചലപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ഏറ്റവും കൂടുതൽ പണം ഭക്തന്മാർ കൊണ്ടിടുന്ന ക്ഷേത്രം കൂടെയാണ്. ബിസിനസ് ഒക്കെ തുടങ്ങുമ്പോഴത്തേക്കും പലരും വന്നിട്ട് തിരുപ്പതി വെങ്കടാചലപതിക്ക് ഒരു ഷെയർ കൊടുക്കും, സക്സസ് ആവാൻ വേണ്ടിയിട്ട്. സ്വാഭാവികമായിട്ടും ബിസിനസ് പാർട്ണറൊക്കെ ആവുമ്പോൾ അത്രയും കാശ് കാണുമല്ലോ ആ ടെമ്പിളില്. അപ്പോ അവിടത്തെ കാശിന് സംരക്ഷണയേകുന്നത് ഒരു നാഗവും അർജുനനും ആണ് എന്നോർത്തോളൂ. നാഗം കൊത്തും, അർജുനൻ അമ്പയും. ആ കാശിൽ തൊട്ടാൽ ആന്ധ്രാപ്രദേശ്, അന്തർഭാഗത്തുള്ള പ്രദേശ്, അങ്ങനെ കണക്ട് ചെയ്യാമല്ലോ. മുഴുവൻ നാമം നാഗാർജുന സാഗർ ശ്രീശൈലം എന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവും നാഗാർജുന സാഗർ ശ്രീശൈലം ആണ് എന്ന് ഓർത്തോളൂ. നാഗവും അർജുനനും കൂടെ ചേർന്നിട്ടുള്ള ടെറിട്ടറിയാണ് കേട്ടോ. അപ്പൊ അത്രയും വലുതായിരിക്കും. രണ്ടുപേര് സംരക്ഷണ ഏകുന്നു ആ ടൈഗർ റിസർവില് എന്ന് ഓർത്തോളൂ. എങ്കിൽ കാവൽ, അമ്രബാദ് എന്നിവ തെലങ്കാനയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെ ഓർത്താൽ മതി. തെലുങ്കന്മാർക്ക് ആനയാണ് കാവൽ. അപ്പൊ കാവൽ ടൈഗർ റിസർവ് തെലങ്കാനയാണ്. തെലുങ്കന്മാർക്ക് ആനയാണ് കാവൽ. അവിടെ എന്തെങ്കിലും ബാഡ് ആയിട്ടുള്ള ഇൻസിഡന്റ് ഉണ്ടായാൽ ആന അമറിക്കൊണ്ടടുക്കും. അതാണ് അമ്രാബാദ്. അപ്പോ കാവല്, അമ്രാബാദ് ടൈഗർ റിസർവ് തെലങ്കാനയാണ്. എങ്കിൽ ഇന്ദ്രാവതി, അച്ചാനക് മർ, ഉഡാന്തി സിത്നാടി, ഗുരു ഘാസിദാസ് ടൈഗർ റിസർവ് ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. കോഡിനായിട്ട് ഇങ്ങനെ ഓർത്തോളൂ. ഇന്ദ്രാവതിയും അച്ഛൻ കുമാറും ഉടനടി സിദ്ധനെ കാണാൻ 36 റുപ്പീസിന് പാസ് എടുത്തു എന്ന് ഓർത്തോളൂ. ഇന്ദ്രാവതിയും അച്ഛൻ കുമാറും ഉടനടി സിദ്ധനെ കാണാൻ 36 റുപ്പീസിന് പാസ് എടുത്തു. 36 എന്നാൽ ഹിന്ദിയിൽ 36 എന്നാണ്. 36നെയാണ് 36 എന്ന് പറയുന്നത്. അപ്പൊ കണക്ട് ചെയ്യാം. ഇന്ദ്രാവതിയും എന്നാൽ ഇന്ദ്രാവതി ടൈഗർ റിസർവ് ഛത്തീസ്ഗഡിലാണ്. അച്ഛൻ കുമാർ എന്നാൽ അച്ചാനക് മർ ഛത്തീസ്ഗഡിലാണ്. ഉടനടി സിദ്ധനെ കാണാനാണ് 36 രൂപ കൊടുത്തത് കേട്ടോ. അപ്പൊ ഉടനടി സിദ്ധൻ എന്നാൽ ഉഡാന്തി സിത്നാടി ഛത്തീസ്ഗഡ്. അപ്പൊ ആ സിദ്ധന്റെ പേരെന്ത് എന്ന് നിങ്ങൾക്ക് അറിയാമോ? സിദ്ധന്റെ പേരാണ് ഗുരു ഘാസിദാസ്. ഗുരു ഘാസിദാസ്. ഘാസി ഛത്തീസ് അങ്ങനെയും കണക്ട് ചെയ്യാലോ. അപ്പൊ ഗുരു ഘാസിദാസിനെ കാണണം എന്നുണ്ടെങ്കിൽ, ദർശനം നേടണം എന്നുണ്ടെങ്കിൽ 36 റുപ്പീസ് 36 രൂപ പാസ്സാണ് എടുക്കേണ്ടതെന്ന് ഓർത്തോളൂ. എങ്കിൽ വാത്മീകി ടൈഗർ റിസർവ് ബീഹാറിലാണ്. ബീഹാർ എന്നാൽ വിഹാരങ്ങളുടെ നാട് എന്നല്ലേ. അപ്പൊ അത് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. വാത്മീകിയുടെ വിഹാരം ബീഹാറിലാണ്. വാത്മീകി ബീഹാർ. വാത്മീകിയുടെ വിഹാരം ബീഹാറിലാണ് എന്ന് ഓർത്തോളൂ. എങ്കിൽ നമേരി, മനാസ്, ഒറാങ്, കാസിരംഗ എന്നിവ അസമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പറയാനായിട്ട് പോകുന്നത് അസമത്വം ഉള്ള ഒരു മേരിയെ കുറിച്ചിട്ടാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മേരിയുടെ മനസ്സിൽ ഉറങ്ങുമ്പോ പോലും കാശിനോടുള്ള രംഗാണ് എന്ന് ഓർത്തോളൂ. മേരിയുടെ മനസ്സില്, യെസ്, മേരി എന്നാൽ നമേരി ടൈഗർ റിസർവ്, മനസ്സ് എന്നാൽ മനാസ് ടൈഗർ റിസർവ്, ഉറങ്ങുമ്പോ പോലും എന്നാണ് പറഞ്ഞത് ഒറാങ് ടൈഗർ റിസർവ്. ഉറങ്ങുമ്പോ പോലും എന്താണ് ചിന്ത? കാശിന്റെ അടുത്തുള്ള രംഗാണ്. യെസ്, കാസിരംഗ എന്നിവ അസമിലാണ്. അതാണ് പേര് പറഞ്ഞത്. മേരിയുടെ മനസ്സിൽ ഫുള്ള് അസമത്വമാണ്. എപ്പോഴും ഈ കാശിനോടുള്ള ചിന്ത വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരുടെടുത്തും ഒരു സമത്വം ഒന്നും കാണൂല്ലേ. അസമത്വമുള്ള മനസ്സാണ്. അപ്പോ അതെന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ, മേരിയുടെ മനസ്സിൽ ഉറങ്ങുമ്പോ പോലും കാശിനോടുള്ള രംഗാണ്. യെസ്, മേരി എന്നാൽ നമേരി, മനസ്സ് എന്നാൽ മനാസ്, ഉറങ്ങുമ്പോൾ എന്നാൽ ഒറാങ് ടൈഗർ റിസർവ്, കാശിനോടുള്ള രംഗ് എന്നാൽ കാശിരംഗ ടൈഗർ റിസർവ്. ഇന്ത്യയിൽ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം കാണപ്പെടുന്നത് ഈ കാശിരംഗയിലാണ്. അപ്പൊ ഇതെല്ലാം അസമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെ കണക്ട് ചെയ്യാലോ. എങ്കിൽ നംദപ്പ, പക്കി, കംലാങ് എന്നിവ സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശാണ്. ഇങ്ങനെ ഓർത്തോളൂ.
അരുണാചൽ പ്രദേശ് എന്നാൽ അരുൺ എന്ന വ്യക്തിയുടെ പ്രദേശം. അരുൺ എന്ന വ്യക്തിയോട് അദ്ദേഹത്തെ കുറിച്ചും അദ്ദേഹത്തിന്റെ പ്രദേശത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചും പറയാനായിട്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത് അരുണിന്റെ അപ്പന്റെ പേര് നംദപ്പ എന്നാണ് എന്ന് ഓർത്തോളൂ. യെസ്, നംദപ്പ ടൈഗർ റിസർവ് അരുണാചൽ പ്രദേശിലാണ്. എന്നിട്ട് അടുത്ത് അദ്ദേഹം പറയുന്നത് അരുണിന്റെ പ്രദേശം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിഴക്കില്, ഇന്ത്യയുടെ കിഴക്ക് ഏറ്റവും ലോങ് ആയിട്ടുള്ള പ്രദേശമാണ്. അല്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കം ചെയ്യാൻ വളരെ ലോങ് ആണ്. അതാണ് കംലാങ് അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശാണല്ലേ. അരുണാചൽ പ്രദേശിലെ കിബിത്തൂലാണ് ഇന്ത്യയുടെ ഏറ്റവും കിഴക്കുള്ള പ്രദേശം. ഇന്ത്യയിലെ ഏറ്റവും സൗത്ത് ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഇന്ദിര പോയിന്റ് അല്ലേ. അങ്ങനെ ഓർത്തോളൂ. അപ്പോ കിഴക്ക് ലോങ് ആയിട്ടുള്ള സ്ഥലം എവിടെ എന്ന് ചോദിച്ചാൽ അത് അരുണാചൽ പ്രദേശ്. അതാണ് കംലാങ്. അങ്ങോട്ട് കം ചെയ്യാൻ വളരെ ലോങ് ആണ് എന്ന് ഓർത്തോളൂ. പിന്നെ അദ്ദേഹം പറഞ്ഞു അവിടെ ഒരു ഗുണ്ടയുണ്ട്, അദ്ദേഹത്തിന്റെ പേരാണ് പക്കി. ലാലേട്ടൻ ചെയ്ത ഇത്തിക്കര പക്കിയൊക്കെ ഓർമ്മയില്ലേ? അതുപോലൊരു പക്കി ഇപ്പൊ ഉള്ളത് അരുണിന്റെ പ്രദേശത്താണ്, അരുണാചൽ പ്രദേശ്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യാലോ. അപ്പന്റെ പേര് നംദപ്പ ടൈഗർ റിസർവ്, അങ്ങോട്ട് കം ചെയ്യാൻ വളരെ ലോങ് ആണ്. കംലാങ് അരുണാചൽ പ്രദേശ്, എവിടെ അരുണിന്റെ പ്രദേശത്തോട്ട് കം ചെയ്യാൻ വളരെ ലോങ് ആണ്, അതാണ് കംലാങ്. അവിടെയുള്ള ഗുണ്ടയുടെ പേര് പക്കി. യെസ്, പക്കി ടൈഗർ റിസർവ്. ഇത് മൂന്നും അരുണാചൽ പ്രദേശിലാണ്. എങ്കിൽ പലമാവു ടൈഗർ റിസർവ് എവിടെ എന്ന് ചോദിച്ചാൽ ജാർഖണ്ഡ് എന്ന് പറയണം. ഇങ്ങനെ ഓർത്തോളൂ. പലതരത്തിലുള്ള മാവ് നമുക്ക് അരയ്ക്കാനായിട്ട് മിക്സിയിലെ ജാർ ഉപയോഗിക്കാം അല്ലെ, ജാർ ഉപയോഗിക്കാം. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്യാം. ജാർഖണ്ഡിലാണ് പലമാവു. പലതരത്തിലുള്ള മാവാണെന്നുണ്ടെങ്കിൽ ജാറിൽ നമുക്ക് അരയ്ക്കാനായിട്ട് പറ്റും. ജാർഖണ്ഡ്. ഓക്കെ അല്ലേ? എങ്കിൽ രത്താപാനി, മാധവ്, പന്ന, സാത്പുര, സഞ്ജയ് ധൂബ്രി, കൻഹ, പിന്നെ വീരാംഗന, ദുർഗാവതി, ബന്ധവ് ഗാർഗ്, ഇതെല്ലാം മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ടൈഗർ റിസർവ് ഉള്ളത്. ഏറ്റവും കൂടുതൽ വനം ഉള്ള ഇന്ത്യയിലെ സംസ്ഥാനവും മധ്യപ്രദേശാണ്. മധ്യഭാഗത്തിലുള്ള പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ വനം എന്നോർത്തോളൂ, ഇന്ത്യയുടെ മധ്യഭാഗത്ത്. അപ്പൊ അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ കടുവകളും സ്ഥിതി ചെയ്യുന്നതെന്ന് ഓർത്തോളൂ. അപ്പൊ നമുക്കിത് കോഡിലൂടെ കണക്ട് ചെയ്യാം. രത്താപാനി എന്നാൽ മദ്യപാനി എന്ന് ഓർത്തോളൂ. രത്താപാനി ടൈഗർ റിസർവ് മദ്യപാനി, യെസ്, മധ്യപ്രദേശ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാധവ് മധ്യപ്രദേശ്, അതിലും ഒരു മധ്യ എന്നില്ലേ, മാധവ് മധ്യപ്രദേശ്, മധ്യ എന്ന് കണക്ട് ചെയ്തോളൂ. പന്ന, സാത്പുര, സഞ്ജയ് ധൂബ്രി, കൻഹയാണ് ഇനി നമ്മൾ കോഡിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. മധ്യപ്രദേശ് എന്നാൽ ആ പ്രദേശത്ത് ധാരാളം മദ്യം വാറ്റുന്നുണ്ട് എന്ന് ഓർത്തോളൂ. മദ്യത്തെ കുറിച്ച് ട്രിവാൻഡ്രം സൈഡിലൊക്കെ വന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മദ്യപിക്കാത്ത ആൾക്കാർ പറയും വെറും പന്ന മദ്യം എന്ന്. അപ്പോ ഇങ്ങനെ കണക്ട് ചെയ്യാം. പന്ന എന്നാൽ മോശം എന്നാണ് ട്രിവാൻഡ്രം സൈഡിലൊക്കെ പറയുന്ന പന്നയുടെ അർത്ഥം. അപ്പൊ പന്ന എന്നാൽ പന്ന മദ്യം എന്ന് ഓർത്തോളൂ. എങ്കിൽ ഈ മദ്യം അവിടെ എവിടെയാണ് വാറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ സാത്പുരകളിലാണ് ഈ മദ്യം വാറ്റുന്നത് എന്ന് ഓർത്തോളൂ. സാത്പുര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാത്ത് എന്നാൽ ഹിന്ദിയിൽ 7 എന്നല്ലേ. അപ്പോ സാത്ത് പുരയിലായിട്ടാണ് ഈ മദ്യം വാറ്റുന്നത്. അവിടെ നിന്ന് എങ്ങനെയാണ് ഈ മദ്യം കൊടുക്കുന്നതെന്ന് അറിയാമോ ആൾക്കാർക്ക്? സഞ്ചിയിലും ഡപ്പയിലും ഒക്കെ ആയിട്ട്, ഡപ്പയിലും സഞ്ചിയിലുമായിട്ടാണ് ഈ മദ്യം അവര് വിൽക്കുന്നത് എന്നും ഓർത്തോളൂ. അപ്പൊ കണക്ട് ചെയ്യാം. മദ്യം പന്ന മദ്യമാണ്. സാത്ത് പുരയിലായിട്ടാണ് ഈ മദ്യം വാറ്റുന്നത്. സഞ്ചിയിലും ഡബ്ബയിലുമായിട്ടാണ് ഈ മദ്യം വിൽക്കുന്നതെന്ന് ഓർത്തോളൂ. യെസ്, പന്ന ടൈഗർ റിസർവ്, സാത്പുര ടൈഗർ റിസർവ്, സഞ്ജയ് ധൂബ്രി, അതാണ് സഞ്ചിയും ഡബ്ബയും. സഞ്ജയ് ധൂബ്രി ടൈഗർ റിസർവ് മധ്യപ്രദേശിലാണ്. ഇനി ഈ മദ്യം കുടിച്ചാലുള്ള പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. കണ്ണടിച്ചു പോകും. അതാണ് കൻഹ ടൈഗർ റിസർവും മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. എങ്കിൽ ഇതെല്ലാം നിർത്തണം എന്ന് പറഞ്ഞ് ഒരു വീരാംഗന മുമ്പോട്ട് വന്നു. എന്റെ മദ്യത്തിലുള്ള പ്രദേശം നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ വീരത്തോടുകൂടി കടന്നു വന്നതാണ് വീരാംഗന ദുർഗാവതി. മദ്യം നിർത്താനായിട്ട് അങ്ങനെ കണക്ട് ചെയ്യാം. മധ്യപ്രദേശ് വീരാംഗന ദുർഗാവതി. അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓർത്താലും മതി. മദ്യത്തിന് ഭയങ്കര വീര്യം കൂടിയ മദ്യമാണ്. അതാണ് വീരാംഗന ദുർഗാവതി. അവര് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, എല്ലാ ഖറിലും ഇത് ബന്ദ് ചെയ്യണം. ഖർ എന്നാൽ ഹിന്ദിയിൽ ഭവനം എന്നല്ലേ. എല്ലാ ഖറിലും ബന്ദ് ചെയ്യണം. എന്ത്? മദ്യം. യെസ്, ബന്ധവ് ഗാർഗ് ടൈഗർ റിസർവും മധ്യപ്രദേശാണ്. വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവും മധ്യപ്രദേശിലാണ്. വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവാണ് 54ാമത്തെ ടൈഗർ റിസർവ് എന്നും ഓർത്തോളൂ. എങ്കിൽ പെഞ്ച് ടൈഗർ റിസർവ് എവിടേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. പെഞ്ച് ടൈഗർ റിസർവ് ഇന്ത്യയിലെ 50ാമത്തെ ടൈഗർ റിസർവ് ആണ് പെഞ്ച് ടൈഗർ റിസർവ്. ഇങ്ങനെ ഓർത്താൽ മതി. മധ്യത്തിലുള്ള ബെഞ്ചിലാണ് മഹാന്മാർ ഇരുന്ന് പഠിച്ചിരുന്നത്. ബാക്ക് ബെഞ്ചറും അല്ല, ഫ്രണ്ട് ബെഞ്ചറും അല്ല. മഹാന്മാർ എപ്പോഴും മധ്യത്തിലുള്ള ബെഞ്ച് എന്ന് ഓർത്തോളൂ. മധ്യത്തിലുള്ള ബെഞ്ച് എന്നാൽ യെസ്,
പെഞ്ച് ടൈഗർ റിസർവ് മധ്യപ്രദേശാണ്. മധ്യത്തിലുള്ള ബെഞ്ചിൽ പഠിച്ചത് ആരാണ്? മഹാന്മാര്. യെസ്, മഹാരാഷ്ട്രയാണ്. അപ്പൊ പെഞ്ച്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര അങ്ങനെ കണക്ട് ചെയ്യാമല്ലോ. എങ്കിൽ ഇനി നോക്കാനുള്ളത് മഹാരാഷ്ട്രയിലുള്ള മേൽഘട്ട്, ബോറ്, സഹ്യാദ്രി, തഡോബ, അന്ധാരി, നവേഗോൺ, നാഗ്സിറ എന്നീ ടൈഗർ റിസർവുകളാണ്. നമുക്ക് കോഡിനായിട്ട് ഇങ്ങനെ ഓർത്തോളൂ. മഹാരാഷ്ട്ര എന്നാൽ ഒരു മഹാവ്യക്തി എന്ന് ഓർത്തോളൂ. മഹാനായിട്ടുള്ള വ്യക്തികളുടെ മേലിൽ ഒരിക്കലും തട്ടരുത്, അത് ബോറാണ് എന്ന് ആദ്യം ഓർത്തോളൂ. കാരണം അദ്ദേഹം മഹാനാണല്ലേ. യെസ്, മേലിൽ തട്ടരുത് എന്നാൽ മേൽഘട്ട് മഹാരാഷ്ട്രയാണ്. ബോറ് എന്നാൽ ബോറ് ടൈഗർ റിസർവ് മഹാരാഷ്ട്രയാണ്. ഏറ്റവും ചെറിയ ടൈഗർ റിസർവ് ആണ് ബോറ്. കണ്ടോ, വെറും 3 ലെറ്ററല്ലേ ഉള്ളൂ. അത് വെച്ചിട്ട് കണക്ട് ചെയ്തോളൂ. അല്ലെങ്കിൽ ഏറ്റവും ചെറുത് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ബോറടിക്കും. ചെറിയ ടൈഗർ റിസർവ് അല്ലേ, അധികം ടൈഗർ ഒന്നും കാണത്തില്ല, അതുകൊണ്ട് ബോറടിക്കും എന്ന് വേണമെങ്കിലും ഓർത്തോളൂ. അപ്പോ മേലിൽ തട്ടരുത് ബോറാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. തട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സഹായികളും അധികാരികളൊക്കെ വന്ന് തടയുമല്ലേ നമ്മളെ, അങ്ങനെ ഓർത്തോളൂ. സഹായികൾ എന്നാൽ സഹ്യാദ്രി ടൈഗർ റിസർവ് മഹാരാഷ്ട്രയാണ്. സഹ്യാദ്രി ടൈഗർ റിസർവ് മഹാരാഷ്ട്രയാണ്, അതാണ് സഹായികൾ. പിന്നെന്താ പറഞ്ഞേ? അധികാരികളും വന്ന് തടയും. യെസ്, തഡോബ അന്ധാരി, അതാണ് അധികാരികൾ തടയും എന്ന് പറഞ്ഞത്. തഡോബ അന്ധാരി ടൈഗർ റിസർവും മഹാരാഷ്ട്രയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് നാവേഗാവോൺ, നാഗ്സിറ ടൈഗർ റിസർവും മഹാരാഷ്ട്ര. അത് ഇങ്ങനെ ഓർത്തോളൂ. നാഗ്പൂര് ഉള്ളത് മഹാരാഷ്ട്രയിലാണല്ലേ. നാഗ്പൂര്, പൂനെ, മുംബൈ, അതിൽ നാഗ്പൂര് എന്ന് ഓർത്തോളൂ. ഓറഞ്ച് സിറ്റി, നാഗ്പൂര് മഹാരാഷ്ട്രയാണ്. അപ്പൊ അതുപോലത്തെ ഒരു പേരല്ലേ നാവിഗാവോൺ, നാഗ്സിറ, നാഗ് 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 നാഗ്പൂര് വെച്ചിട്ട് ഓർത്തോളൂ. അതേപോലത്തെ പേരാണ് നാഗ്സിറ, അതും മഹാരാഷ്ട്രയിലാണ് എന്ന് ഓർത്തോളൂ. എങ്കിൽ മിസോറാമിലാണ് ഡംപ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത്. റാം, ഡാം അല്ലെ, ഡാം, റാം അങ്ങനെ കണക്ട് ചെയ്യാലോ. ഡംപ എന്നാൽ മിസോ ഡംപ എന്ന് ഓർത്തോളൂ. റാം, ഡാം. അപ്പോ ഡംപ ടൈഗർ റിസർവ് മിസോറാമിലാണ് എന്നും ഓർത്തോളൂ. എങ്കിൽ ഇനി നോക്കാനുള്ളത് രാജസ്ഥാനിലുള്ള രൺതംബോർ, സരിസ്ക, മുകുന്ദ്ര ഹിൽസ്, രാംഘാർ വിഷ്ദാരി, പിന്നെ ധോൽപൂർ കരോളി ടൈഗർ റിസർവ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കോഡിലൂടെ കണക്ട് ചെയ്ത് പഠിക്കേണ്ടത്. രാജസ്ഥാൻ എന്നാൽ ഒരു രാജാവാണ് എന്ന് ഓർത്തോളൂ. ഈ രാജാവേ ബോറനാണ്, അതുകൊണ്ട് എല്ലാവരും റൺ ചെയ്യും ഇദ്ദേഹത്തെ കാണുമ്പോൾ. ബോറനായതുകൊണ്ട് റൺ ചെയ്യും അവിടെയുള്ള ആൾക്കാർ മുഴുവൻ, ഈ രാജാവിന്റെ സ്വഭാവം കൊണ്ട്. അതാണ് രൺതംബോർ ടൈഗർ റിസർവ് രാജസ്ഥാൻ. രാജാവ് ബോറനാണ്, എല്ലാവരും റൺ ചെയ്യും. രൺതംബോർ. അങ്ങനെ റൺ ചെയ്ത ഒരു കുട്ടിയുടെ കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. രാജാവിനെ കണ്ടപ്പോൾ ഇപ്പൊ റൺ ചെയ്തത് ആര് എന്ന് വെച്ച് കഴിഞ്ഞാൽ സരിക എന്നൊരു കുട്ടിയാണ്. മുകുന്ദ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് സരിക ഓടുന്നതെന്നും ഓർത്തോളൂ. യെസ്, സരിക എന്നാൽ സരിസ്ക ടൈഗർ റിസർവ് രാജസ്ഥാനാണ്. മുകുന്ദ രക്ഷിക്കണേ എന്നാൽ മുകുന്ദ്ര ഹിൽസ് രാജസ്ഥാനാണ്. പഴയ ലാലേട്ടന്റെ ഒരു സിനിമ കേട്ടില്ലേ, മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു. അതുപോലെ ഇവിടെ രാജാവ് ഓട്ടിക്കുമ്പോഴത്തേക്കും മുകുന്ദേട്ട സരിക വിളിക്കുന്നു എന്ന് ഓർത്തോളൂ. രാജാവ് ഓട്ടിക്കുമ്പോഴാണ് യെസ് സരിസ്ക ടൈഗർ റിസർവ്, മുകുന്ദ്ര ഹിൽസ് എന്നിവ രാജസ്ഥാനിലാണ്. അങ്ങനെ ഈ കുട്ടി മുകുന്ദാന്ന് വിളിച്ചിട്ട് നേരെ ഓടിച്ചെന്ന് കയറുന്ന എവിടെയെന്ന് അറിയാവോ? രാമന്റെ ഘറിലാണ് വിഷമിച്ച് ചെന്ന് ഓടുന്നതെന്ന് ഓർത്തോളൂ. രാമനും ദൈവമല്ലേ, മുകുന്ദ എന്ന് വിളിക്കും പോലെ രാമന്റെ ഘറിൽ വിഷമത്തോടെ ഓടിക്കേറി. യെസ്, രാംഘർ വിഷ്ദാരി രാജസ്ഥാനിലാണ്. ഓക്കെ, അപ്പോ ഇതെല്ലാം ഈ കുട്ടിയുടെ വിഷമം എല്ലാം കേട്ടതിന് ശേഷം രാമൻ എന്ത് ചെയ്തു എന്നറിയാവോ? ഈ കാറും എടുത്തിട്ട് പോയി രാജാവിന്റെ തോലിനെ ഉരിക്കും. ഇനി ചെയ്യോടാ. അതാണ് ധോൽപൂർ കരൗലി രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ രാജാവിനെ കാണുമ്പോഴത്തേക്കും എല്ലാവരും റൺ ചെയ്യും, ബോർനായതുകൊണ്ട്. യെസ്, രൺതംബോർ. അങ്ങനെ ഓടിയത് സരിക എന്ന കുട്ടിയാണ് മുകുന്ദ എന്ന് വിളിച്ചുകൊണ്ട്. യെസ്, സരിസ്ക ടൈഗർ റിസർവ്, മുകുന്ദ്ര ഹിൽസ് രാജസ്ഥാനിലാണ്. ആ കുട്ടി ഓടിച്ചെന്ന് കയറിയത് എവിടെയാണ്? രാമന്റെ ഘറിൽ വിഷമത്തോടെ. യെസ്, രാംഘാർ വിഷ്ദാരി രാജസ്ഥാനാണ്. ഇത് കേട്ട രാമൻ ദൈവമല്ലേ, രാമൻ കാർ എടുത്തുകൊണ്ട് പോയി രാജാവിന്റെ തോലുരിച്ചു. യെസ്, ധോൽപൂർ കരൗലി രാജസ്ഥാൻ കണക്ട് ചെയ്യാലോ. അങ്ങനെയെങ്കിൽ ഇനി നമ്മൾ നോക്കാനായി പോകുന്നത് വെസ്റ്റ് ബംഗാളിൽ സ്ഥിതി ചെയ്യുന്ന സുന്ദർബൻ ടൈഗർ റിസർവും ബുക്സ ടൈഗർ റിസർവുമാണ്. ഇങ്ങനെ ഓർത്തോളൂ. സുന്ദരനായിട്ടുള്ള ഒരു ബംഗാളിയുടെ ബോക്സിംഗ് ആണ് അവിടെ നടക്കുന്നത്. യെസ്, സുന്ദരനായ എന്നാൽ സുന്ദർബൻസ് വെസ്റ്റ് ബംഗാളിലാണ്. സുന്ദർബൻ ടൈഗർ റിസർവ്. ബംഗാളിയുടെ ബോക്സിംഗ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ബുക്സ ടൈഗർ റിസർവും വെസ്റ്റ് ബംഗാളിലാണ്. ഓക്കെ, സുന്ദർബൻ കണ്ടൽക്കാടുകളൊക്കെ നിങ്ങൾക്ക് അറിയാം. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടാണ്, വളരെ ഫേമസ് ആണ്. അപ്പൊ അവിടെയുള്ള ടൈഗർ റിസർവിനെ കുറിച്ചിട്ടാണ് പറയുന്നതെന്നും ഓർത്തോളൂ. എങ്കിൽ ഇനി നോക്കാനുള്ളത് ഉത്തരാഖണ്ഡിലുള്ള ജിം കോർബറ്റ്, രാജാജി എന്നീ ടൈഗർ റിസർവുകളെ കുറിച്ചിട്ടാണ്. ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഉത്തരാഖണ്ഡു ഒരു ജിമ്മനായിട്ടുള്ള കോർബറ്റിനെ കേട്ടോ, ജിമ്മനായിട്ടുള്ള കോർബറ്റിനെ ഉത്തര കണ്ടപ്പോ തന്നെ പറഞ്ഞു ഈ ജിമ്മൻ രാജാവാണ് എന്ന്.
അങ്ങനെ കണക്ട് ചെയ്യാമല്ലോ. ജിമ്മനായിട്ടുള്ള കോർബറ്റ് എന്നാൽ ജിം കോർബറ്റ് ഉത്തരയാണ് കണ്ടത്. ഉത്തരാഖണ്ഡിലാണ് ജിം കോർബറ്റ് ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത്. എന്നിട്ട് ഉത്തര പറഞ്ഞ എന്താണ്? അദ്ദേഹം രാജാവാണ്. യെസ്, രാജാജി ടൈഗർ റിസർവും സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. എങ്കിൽ ജിം കോർബറ്റ് ഉത്തരാഖണ്ഡിൽ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൈനിറ്റാളിലാണ്. ഇദ്ദേഹം ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നത് നൈറ്റ് ആണ് എന്നും ഓർത്ത് ചുമ്മാ കണക്ട് ചെയ്ത് വെച്ചേക്കൂ. എങ്കിൽ ഇനി നമുക്ക് നോക്കാനുള്ളത് ഉത്തർപ്രദേശിലുള്ള ടൈഗർ റിസർവുകളായിട്ടുള്ള അമൻഗർ ടൈഗർ റിസർവ്, റാണിപൂർ ടൈഗർ റിസർവ്, പിലിഭിറ്റ് ടൈഗർ റിസർവ്, ദൂധ്വ ടൈഗർ റിസർവ്. കോഡിനായിട്ട് ഇങ്ങനെ ഓർത്തോളൂ. ഇവിടെ ഒരു അമ്മയുടെയും മകളായിട്ടുള്ള റാണിയുടെയും കഥയാണ് പറയുന്നത്. റാണിക്ക് തീരെ വയ്യ. അപ്പൊ അമ്മ മരുന്ന് നൽകും കേട്ടോ. പിൽസ് എന്നല്ലേ പറയുന്നത്. അമ്മ പിൽസ് നൽകും. കൂടെ അതിന്റെ കൂടെ കസക്കാതിരിക്കാനായിട്ട് കുടിക്കാനായിട്ട് പാലും നൽകും. ഹിന്ദിയിൽ പാലിന് ദൂത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും ഒരു ഐഡിയയിൽ വെച്ചോളൂ. ഇത് വെച്ചിട്ട് കണക്ട് ചെയ്യാം. നമ്മൾ എപ്പോഴും മരുന്ന് കഴിക്കുന്നത് എവിടെയായിരിക്കും? നമ്മുടെ വായിലൂടെ ആയിരിക്കും അല്ലെ? വായിലൂടെ കഴിക്കാൻ പറ്റത്തുള്ളൂ. അത് നമ്മുടെ ശരീരത്തിന്റെ ഉത്തര ഭാഗത്തായിരിക്കും, ഉത്തർപ്രദേശിലായിരിക്കും. അങ്ങനെ ഓർത്തോളൂ, നമുക്ക് കണക്ട് ചെയ്യാം. യെസ്, അമ്മ ഘറിൽ വെച്ചിട്ടാണ് റാണിക്ക് മരുന്ന് നൽകുന്നതെന്ന് ഓർത്തോളൂ. അതാണ് അമൻഗർ ടൈഗർ റിസർവ്, ഉത്തർപ്രദേശിലാണ്. റാണിയാണ് മകള്. യെസ്, റാണിപൂർ ടൈഗർ റിസർവ് ഉത്തർപ്രദേശിലാണ്. മരുന്നാണ് നൽകിയത്, പിൽസ് ആണ് നൽകിയത്. പിൽസ് എപ്പോഴും വാവഴി ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും കശക്കുന്നത്. യെസ്, പിലിഭിറ്റ് ടൈഗർ റിസർവ് എന്ന് ഓർത്തോളൂ. അപ്പൊ അങ്ങനെ കശക്കാതിരിക്കാനായിട്ട് ദൂത്, പാലാണ് നൽകിയത്. ദൂത് വാവഴിയായിരിക്കും റാണി കുടിക്കുന്നത്. അതാണ് ദൂത് വ ഉത്തർപ്രദേശ്. ഇങ്ങനെ കണക്ട് ചെയ്യാമല്ലോ. അപ്പൊ അമൻഗർ ടൈഗർ റിസർവ്, റാണിപൂർ ടൈഗർ റിസർവ്, പിലിഭിറ്റ് ടൈഗർ റിസർവ്, ദൂധ്വ ഇത്രയും ഉത്തർപ്രദേശിലാണ്. എങ്കിൽ സിംലിപാല്, സത്കോശിയ ടൈഗർ റിസർവ് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒഡീഷയിലാണ്. ഓടി തളർന്നെത്തുന്ന ഒരാൾക്ക് സിമ്മില് ചൂടാക്കിയ പാല് നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം ആകുമല്ലേ? ഓടി തളർന്നെത്തും, നമ്മുടെ ജീവിതം മുഴുവൻ ഓട്ടോ അല്ലേ? അങ്ങനെ ഓടി വിഷമിച്ച് എന്താണ് ജോലിയൊക്കെ കഴിഞ്ഞ് തളർന്നു വരുന്ന ഒരാൾക്ക് സിമ്മിൽ വെച്ചിട്ട് തിളപ്പിച്ച് പാല് നൽകുമ്പോഴത്തേക്കും സന്തോഷമാവും. അതാണ് സിംലി പാല്, സത്കോശിയ ടൈഗർ റിസർവ് എന്നിവ ഒഡീസയിലാണ്. ഇങ്ങനെ കണക്ട് ചെയ്തോളൂ. എങ്കിൽ ഇനി നോക്കാനുള്ളത് തമിഴ്നാട്ടിൽ നിന്നുള്ള ടൈഗർ റിസർവുകളായിട്ടുള്ള കലക്കാട്, മുണ്ടന്തുറൈ, മുതുമലൈ, ആനമലൈ, ശ്രീ വില്ലുപത്തൂർ, മേഘമലൈ, സത്യമംഗലം എന്നിവയാണ്. ഈസിയാണ് കണക്ട് ചെയ്യാൻ. നമ്മൾ മലയാളത്തിലാണ് കൂടുതലും മല എന്ന് പറയുന്നത്. എങ്കിൽ തമിഴിലാണെന്നുണ്ടെങ്കിൽ അതിനെ മലൈ എന്നായിരിക്കും പറയുന്നത്. മലയാളത്തിലെ തുറ എന്ന് പറയും. വലിയ തുറ, ചെറിയ തുറ, ഭീമാവള്ളി ഏരിയയുടെ അടുത്തുള്ള വലിയ തുറയൊക്കെ കേട്ടിട്ടില്ലേ? പക്ഷെ അത് തമിഴിലാണെന്നുണ്ടെങ്കിൽ തുറൈ എന്നായിരിക്കും പറയും. എല്ലാത്തിലും ഒരു ഐ ചേർന്ന് വരും. അങ്ങനെ ഓർത്താൽ മതി. അപ്പോ കളക്കാട്, മുണ്ടൻ തുറൈ അതെവിടെയെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാടാണ്. കളക്കാട്, മുണ്ടൻ തുറൈ തമിഴ്നാട്. എങ്കിൽ മുതുമലൈ തമിഴ്നാട്. മലയാളമാണെന്നുണ്ടെങ്കിൽ മുതുമല എന്നല്ലേ പറയുള്ളൂ. ഇത് മുതുമലൈ തമിഴ്നാട്. പിന്നെ ആനമലൈ തമിഴ്നാട് അല്ലേ? നമ്മൾ ആനമല എന്നായിരിക്കും പറയുന്നത്. ഒരു ആനമലൈ തമിഴ്നാട്. പിന്നെ ശ്രീ വില്ലുപത്തൂർ, മേഘമലൈ തമിഴ്നാട്. ഓക്കെ. പിന്നെ നമ്മുടെ സത്യമംഗലം ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. വീരപ്പനൊക്കെ വിഹരിച്ച് നടന്നിരുന്ന കാടല്ലേ? സത്യമംഗലം കർണാടകയിലും തമിഴ്നാട്ടിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നതെന്നുണ്ടെങ്കിലും സത്യമംഗലം ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് എന്ന് ഓർത്തോളൂ. നമ്മുടെ വീരപ്പനൊക്കെ സത്യമുള്ള വനം കൊള്ളക്കാരൻ എന്നാണല്ലേ പറയുന്നത്. വനത്തിൽ നിന്ന് കൊള്ളയടിച്ച് അദ്ദേഹം പാവങ്ങളെയും ധാരാളം സഹായിച്ചിട്ടുണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പൊ ആ വീരപ്പൻ തമിഴ്നാടുകാരനാണ്. തമിഴ്നാട് കർണാടക ബോർഡറിലാണ് അദ്ദേഹം ജനിച്ചതെങ്കിലും തമിഴ്നാടുകാരനാണ്. അപ്പോ അദ്ദേഹം വിഹരിച്ചിരുന്ന കാട് സത്യമംഗലം കാട്. അദ്ദേഹം തമിഴനാണ്. അത് വെച്ചിട്ട് ഓർത്താൽ മതി. സത്യമംഗലം ടൈഗർ റിസർവ് തമിഴ്നാട്ടിലാണ്. അപ്പോ കളക്കാട്, മുണ്ടന്തുറൈ ടൈഗർ റിസർവ്, മുതുമലൈ ടൈഗർ റിസർവ്, ആനമലൈ ടൈഗർ റിസർവ്, ശ്രീ വില്ലുപുത്തൂർ, മേഘമലൈ ടൈഗർ റിസർവ്, സത്യമംഗലം ടൈഗർ റിസർവ് എന്നിവ തമിഴ്നാട്ടിലാണ്. എങ്കിൽ ഇനി നമുക്ക് കർണാടകയിൽ നിന്നുള്ള ടൈഗർ റിസർവുകളാണ് നോക്കാനായിട്ടുള്ളത്. ഇങ്ങനെ ഓർത്തോളൂ. വീരപ്പൻ തമിഴ്നാട് കർണാടക ബോർഡറിലാണെന്നുണ്ടെങ്കിലും കർണാടകയുമായിട്ടുള്ള ഇഷ്യൂവിനെ ചൊല്ലി കർണാടകയിൽ നിന്നിട്ടുള്ള സിനിമാ നടനായിട്ടുള്ള ഡോക്ടർ രാജ്കുമാറിനെ ബന്ദിയാക്കി. പിന്നീട് അദ്ദേഹം ഭദ്രമായിട്ട് വിട്ടയക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ വീരപ്പനെ വെച്ച് ഓർത്തോളൂ. കർണാടകയിലുള്ള രാജ്കുമാറിനെയാണ് ബന്ദിയാക്കിയത്. യെസ്, ബന്ദിപ്പൂർ ടൈഗർ റിസർവ് കർണാടക. പിന്നീട് ഭദ്രമായി വിട്ടയച്ചു. ഭദ്ര ടൈഗർ റിസർവ് കർണാടക. രാജ്കുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുനീത് രാജ്കുമാർ, ശിവരാജ്കുമാറിന്റെ ഒക്കെ അച്ഛനാണ്. പുനീത് രാജ്കുമാർ അപ്പു എന്നറിയപ്പെടുന്നത്. പാവം മരിച്ചുപോയി. ശിവരാജ്കുമാർ ജയിലർ സിനിമയിൽ ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ടുണ്ട്. ലാലേട്ടനോടൊപ്പം ഒക്കെ ഗസ്റ്റ് ആയിട്ട് വരുന്നില്ലേ, അദ്ദേഹം തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അച്ഛനെയാണ് വീരപ്പൻ കടത്തിക്കൊണ്ടുപോയത്. അപ്പോ അദ്ദേഹത്തിന്റെ അച്ഛനെ ബന്ദിയാക്കി. കർണാടകക്കാരനാണ് അദ്ദേഹം. പിന്നീട് ഭദ്രമായിട്ട് വിട്ടയച്ചു എന്നും ഓർത്തോളൂ. അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് 2002 H നാഗേന്ദ്രൻ എന്ന് പറയുന്ന മിനിസ്റ്ററിനെയും കർണാടകയിൽ നിന്നുള്ളത് മിനിസ്റ്ററിനെയും വീരപ്പൻ ബന്ദിയാക്കി. പക്ഷെ അദ്ദേഹത്തെ വിട്ടയക്കുന്ന സമയത്ത് പോലീസിന്റെ വെടിയേറ്റ് മരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് വീരപ്പൻ ക്ലെയിം ചെയ്തത്. വീരപ്പൻ കൊന്നെന്നും പറയുന്നുണ്ട്.
അപ്പോ അത് വെച്ചിട്ട് ഇങ്ങനെ ഓർത്തോളൂ. എങ്കിൽ കാലി കർണാടകയാണ്. കാലി ടൈഗർ റിസർവ് അല്ലെങ്കിൽ ദണ്ഡേലി അൻഫി ടൈഗർ റിസർവ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കർണാടകയാണ്. ഇതിന്റെ കോഡ് എന്ത് എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയൂ. അപ്പൊ ഞാൻ എന്റെ കോഡ് പറയാം. എങ്കിൽ അടുത്ത് നോക്കാനുള്ളത് ബിലിഗിരി രംഗനാഥ ടെമ്പിൾ, നാഗർഖോൾ ടൈഗർ റിസർവ് എന്നിവ കർണാടകയിലാണ്. ബിലിഗിരി രംഗനാഥ ടെമ്പിൾ ടൈഗർ റിസർവ് കർണാടകയിലാണ്. ഞാൻ ഇങ്ങനെയാണ് ഓർത്തിട്ടുള്ളത്. ആവേശ സിനിമയിലെ ഭഗത് ഫാസിലിന്റെ പേര് രംഗണ്ണൻ എന്നല്ലേ? രംഗണ്ണ കർണാടകക്കാരനായിട്ടാണ് അതിൽ കാണിക്കുന്നത്. ഹാഫ് മലയാളി ഹാഫ് കന്നഡിക അല്ലേ? അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോ രംഗണ്ണനെ വെച്ച് ഓർത്തോളൂ. കർണാടകയാണ് ബിലിഗിരി രംഗനാഥ ടെമ്പിൾ. അത് മാത്രമല്ല രംഗനതിട്ടു ബാറ്റ് സാഞ്ചുറിയും കർണാടകയിലാണ്. അതിലും ഒരു രംഗണ്ണയുണ്ട്. അങ്ങനെ ഓർത്താൽ മതി. എങ്കിൽ നാഗർഹോളെ ടൈഗർ റിസർവ് കർണാടകയിലാണ്. കർണാടകയിലുള്ള മലയാളികൾക്ക്, ഹോൾ മലയാളികൾക്കും പ്രിയപ്പെട്ട ഒരു നഗരമുണ്ട്. അത് ബാംഗ്ലൂർ ആണല്ലേ? അത് വെച്ചിട്ട് ആ ഹോൾ മലയാളികൾക്കും ഇഷ്ടപ്പെട്ട നഗരം എന്ന് ഓർത്തോളൂ. അത് ബാംഗ്ലൂർ ആണ്. അല്ല എന്നുണ്ടെങ്കിൽ നാഗർ എന്നാൽ സർപ്പം, ഹോൾ ഉണ്ടാക്കുന്നത് കാർന്ന് തിന്നിട്ടല്ലേ? അങ്ങനെ ഓർത്താൽ മതി. അപ്പോ കർണാടകയാണ് നാഗർ ഹോള്. എങ്കിൽ കേരളത്തിൽ നിന്നിട്ടുള്ള ടൈഗർ റിസർവ് ആണ് പറമ്പിക്കുളം പെരിയാറ്. കേരളത്തിൽ നിന്നുള്ള ടൈഗർ റിസർവ് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുള്ള ടൈഗറിന് പെരിയ പറമ്പ് വേണം വിഹരിക്കാൻ എന്നാണ്. യെസ്, പെരിയാറ് പറമ്പിക്കുളം. അപ്പൊ 58 ടൈഗർ റിസർവും നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചു. ഈസി അല്ലേ? വലിയ പാടൊന്നുമില്ലല്ലോ. അപ്പൊ സ്ട്രാറ്റജിക്ക് എന്നുള്ള ഇത് മാത്രമല്ല ധാരാളം ക്ലാസ്സുകൾ വേറെയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ക്ലാസ് കാണൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപകരിക്കും. കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ക്ലാസ്, സയൻസിൽ നിന്നുള്ള ക്ലാസ്, മാത്സിൽ നിന്നുള്ള ക്ലാസ്, ധാരാളം ക്ലാസ്സുകൾ ജോഗ്രഫിയിൽ നിന്നുള്ള ക്ലാസ്സും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ കാണൂ. ക്ലാസ് ഇഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും, നിങ്ങൾ PSC പഠിക്കുന്ന ഗ്രൂപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യൂ. കാരണം ഞാൻ നല്ല രീതിയിലുള്ള എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ ക്ലാസ്സും ഇടുന്നത്. നിങ്ങൾക്ക് കണക്ട് ആകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഓരോ ക്ലാസ്സും ചെയ്യുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കാണാൻ മാത്രം ആളില്ല എന്നുള്ളേ ഉള്ളൂ. നിങ്ങളുടെയൊക്കെ സഹകരണത്തോടു കൂടി മാത്രമേ വ്യൂസ് കൂടത്തുള്ളൂ. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായാൽ മാത്രം നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കൂ. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്തോളൂ. ഈ ക്ലാസ്സിന്റെയൊക്കെ നോട്ട്സ് വേണം എന്നുണ്ടെങ്കിൽ അവിടെ പറഞ്ഞാൽ മതി, ഞാൻ അയച്ചു തരാം. അത് മാത്രമല്ല യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും ലിങ്ക് ഞാൻ അവിടെയും ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും കമന്റ് ചെയ്ത് അറിയിക്കാനും മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ദിസ് ഈസ് വിഷ്ണുജി രഞ്ജിത്ത്. പഠിക്കൂ പഠിച്ചുകൊണ്ടിരിക്കൂ.